അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. വിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അവൻ്റെ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. ഈ പാപമോചനത്തിന് രണ്ട് കണ്ടീഷനാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ഒന്ന് ഈമാൻ, മറ്റൊന്ന് ഇഹ്തിസാബ്. ഈമാൻ, അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടെയായിരിക്കണം നമ്മൾ റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കേണ്ടത്. മറ്റേ കണ്ടീഷൻ ഇഹ്തിസാബൻ. ഇഹ്തിസാബോടു കൂടെയാണ് നാം നോമ്പനുഷ്ഠിക്കേണ്ടത്. എന്താണ് ഇഹ്തിസാബൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത് എന്നും ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു ആണ് എനിക്ക് തരിക എന്നും, അതുകൊണ്ട് സൃഷ്ടികളിൽ ഒരാളുടെയും പ്രശംസ പിടിച്ചു പറ്റാനോ ഒരാളുടെയും അംഗീകാരം പിടിച്ചു പറ്റാനോ അല്ല ഞാൻ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന ഒരു ആത്മാർത്ഥമായ ചിന്ത നമ്മുടെ കൽവിൽ വേണം. മറ്റൊന്ന് ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ നോമ്പനുഷ്ഠിക്കേണ്ടത്. പകലിൽ പ്രയാസങ്ങൾ ഉണ്ടാകാം, വിശപ്പുണ്ടാവും, ദാഹം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു തആലക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, അവിടുത്തെ തൃപ്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന ചിന്തയിലൂടെ ആയിരിക്കണം നമ്മുടെ നോമ്പുണ്ടാവേണ്ടത്. ഇതാണ് ഇഹ്തിസാബ് എന്നതിന്റെ അർത്ഥം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖാമ റമദാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാൻ മാസത്തിൽ ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ അവന്റെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ആ പാപമോചനത്തിനും ആ ഹദീസിൽ രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്. അതിൽ ഒന്ന് ഈമാനോടുകൂടെ മനസ്സിൽ അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. രണ്ടാമത്തത് ഇഹ്തിസാബൻ. നേരത്തെ പറഞ്ഞതുപോലെ ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൂലി ആഗ്രഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി മറ്റുള്ള സൃഷ്ടികൾ പരിഗണിക്കാനോ അവർ പ്രശംസിപ്പിക്കാനോ അല്ല, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. ആ ഇഹ്തിസാബോടെയും ഈമാനോടെയും നമ്മൾ തറാവീഹ് നിസ്കരിച്ചാൽ നമ്മുടെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. ഇത് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.